എഫേസ്യരുടെ പുസ്തകം, എഫേസ്യർ 5-ാം അധ്യായം 32-ാം വാക്യം. എഫീഷ്യൻസ് 5:32 ഞാൻ വായിച്ചുകൊള്ളാം. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ദിസ് മിസ്റ്ററി ഈസ് ഗ്രേറ്റ്, ബട്ട് ഐ ആം സ്പീക്കിംഗ് വിത്ത് റെഫറൻസ് ടു ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ഈ രഹസ്യം വലിയത്. ബൈബിളിൽ പല രഹസ്യങ്ങളുണ്ട്, പറഞ്ഞിട്ടുണ്ട്, മിസ്റ്ററീസ് ഉണ്ട്. ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു രഹസ്യമാണെന്ന് ദൈവം തന്നെ അനൗൺസ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ദൈവം മറച്ചു വെച്ച കാര്യമാണ്, ഒളിച്ചു വെച്ച കാര്യമാണ്. ദൈവം മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് വായിച്ചാൽ ഉടനെ പിടികിട്ടുകയില്ല. അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ദൈവം അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അഥവാ അതൊരു സീക്രട്ടായി വെച്ചിരിക്കുകയാണ്. നാം ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഡ്യൂട്ടറോണമി 29:29, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് അവിടെ പറയുന്നു. ദൈവം ചില കാര്യങ്ങളെ മറച്ചു വയ്ക്കുന്നു. വളരെ താല്പര്യമുള്ളവരും അന്വേഷണത്തിൽ താല്പര്യമുള്ളവരും അത് കണ്ടെത്താൻ ആഗ്രഹമുള്ളവരും അത് പ്രാർത്ഥനയോടെ ദൈവത്തെ സമീപിച്ച് പ്രാർത്ഥിച്ചാൽ അത് ദൈവം വെളിപ്പെടുത്തി തരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ വചനത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കെല്ലാം മനസ്സിലാകുന്നില്ല, അവിടുന്ന് എനിക്കത് തെളിയിച്ചു തരണമേ. എനിക്കൊരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്, രഹസ്യമായിരിക്കുന്നു, എനിക്കത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു, എനിക്കത് മനസ്സിലാകുന്നില്ല. ദൈവമേ, എനിക്കത് ബോധിപ്പിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ഇവിടെ ആയിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കും. ഇവിടെ വായിച്ച മർമ്മം എന്താണ്? ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെയും കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് എല്ലാവർക്കും ഈസിയായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സിമ്പിളായ കാര്യമല്ല. ഇതൊരു മർമ്മമാണ്, ഇത് മറയ്ക്കപ്പെട്ട ഒരു സത്യമാണ്. ഒരു നിധി പോലെ, നിധികളൊക്കെ സാധാരണ മണ്ണിന് റോഡിൽ നിന്നും കിടക്കത്തില്ല, മണ്ണിനടിയിൽ വളരെ ആഴത്തിലൊക്കെ ആയിരിക്കും നിധികളിരിക്കുന്നത്. അത് ആഴത്തിൽ കുഴിച്ച് എടുത്തെങ്കിലേ അത് നിധി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഈ മർമ്മങ്ങൾ പലതും, പ്രത്യേകിച്ചും ഇത് വലിയ മർമ്മമാണ്. ബൈബിളിൽ 2 മർമ്മങ്ങളെക്കുറിച്ച് വലിയ മർമ്മം, ഗ്രേറ്റ് മിസ്റ്ററി എന്ന് പറയുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള ഈ മർമ്മമാണ്. മറ്റേത് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും. 1 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നു, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഈ ദോഷവും തിന്മയും നിറഞ്ഞ ലോകത്തിൽ ദൈവഭക്തിയോടെ ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിൻ്റെ രഹസ്യം ക്രിസ്തുവിലാണ് എന്ന് പൗലോസ് പറയുന്നു. ദ മിസ്റ്ററി, ദ സീക്രട്ട് ഈസ് ഇൻ ക്രൈസ്റ്റ്. അത് വലിയ മർമ്മമാണ്. അതുപോലെ സഭയെക്കുറിച്ചുള്ള മർമ്മവും വലിയ ഒരു മർമ്മമാണ്. ഈ 2 വലിയ മർമ്മങ്ങൾ ബൈബിളിൽ കാണുന്നു. അതുകൂടാതെ ബാബിലോണിൻ്റെ മർമ്മമുണ്ട്. അത് വലിയ മർമ്മമെന്ന് പറയുന്നില്ല. മഹദിയാം ബാബിലോൺ മർമ്മം, അതും ഒരു മിസ്റ്ററിയാണ്. ഓക്കെ, നമുക്ക് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ പറയുന്നത് സഭയെയും ക്രിസ്തുവിനെയും തമ്മിലുള്ള, സഭയ്ക്കും ക്രിസ്തുവിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യവും പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് ദൈവത്തോട് താല്പര്യത്തോടെ ചെന്ന് അന്വേഷിക്കുകയും ദൈവികമായ ജ്ഞാനത്തോടും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പോടും കൂടെ നാം പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. കർത്താവ് നമുക്കത് വ്യക്തമാക്കി തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ഐഡികളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി, അല്ലേ? ID കാർഡ് ഓർക്കുന്നോ? 2 ആഴ്ച മുമ്പ് ഇവിടെ ഒരു ID കാർഡ് കാണിച്ചുകൊണ്ട് സംസാരിച്ചു. അത് മനസ്സിൽ പതിക്കാൻ വേണ്ടി അത് കാണിച്ചു പറയുന്നത് ഓബ്ജക്റ്റ് ലെസൺസ് എന്ന് പറയും. ID കാർഡ്, ദൈവം നമുക്ക്, ദൈവമക്കൾക്കൊരു ID തന്നിട്ടുണ്ട്, ഒരു തിരിച്ചറിയൽ രേഖയുണ്ട്. അതെന്താണ്? നമ്മുടെ ഒന്നാമത്തെ ID, ഞാൻ ദൈവത്തിൻ്റെ സന്തതിയാണ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഐഡൻറ്റിറ്റി. അത് നമ്മുടെ തിരിച്ചറിയലാണ്. രണ്ടാമത്തെ ഐഡൻറ്റിറ്റി കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, അത്
ഞാൻ ദൈവസഭയിലെ ഒരംഗമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ ഒരവയവമാണ് ഞാൻ. അതാണ് എൻ്റെ രണ്ടാമത്തെ തിരിച്ചറിയൽ, ഐഡൻറ്റിറ്റി. ഐ ബിലോങ് ടു ദ ചർച്ച്, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരു അംഗമാകുന്നു. ക്രിസ്തുവാണ് എൻ്റെ ശിരസ്. അതാണ് നാം ചിന്തിച്ച ഐഡി. യേശു പറഞ്ഞു, ഞാൻ പണിയും, എൻ്റെ സഭയെ പണിയും. അതുകൊണ്ട് സഭയുടെ ഉടമസ്ഥൻ മനുഷ്യരാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നും ആ സഭയെ പണിയുന്നത് മനുഷ്യരാരുമല്ല, ആത്യന്തികമായ അതിൻ്റെ ബിൽഡർ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നുമൊക്കെ നാം ചിന്തിച്ചു. ഒരു പാസ്റ്റർക്കും ഒരച്ഛനും ഒരു നേതാവിനും ഒരു റവറൻഡിനും ഒന്നും സഭയുടെ ഓണറാണെന്ന് പറയാൻ കഴിയത്തില്ല. സഭയുടെ ഓണർ കർത്താവായ യേശു ക്രിസ്തുവാണ്. സഭയെ പണിയുന്ന അതിൻ്റെ മാസ്റ്റർ ബിൽഡർ ആൻഡ് ആർക്കിടെക്റ്റ് അത് യേശുവാണ്. എന്നാൽ നമ്മളൊക്കെ ദൈവദാസന്മാരും നമ്മളൊക്കെ ക്രിസ്തുവിനോട് ചേർന്ന് ആ പണിയിൽ ചെറിയ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവം നമ്മെ ഏൽപ്പിച്ച ആ പങ്കാളിത്തം, ആ ജോലി നാം വളരെ വ്യക്തമായി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് വീണ്ടും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് എനിക്കുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ചും തലയാകുന്ന ക്രിസ്തുവിനെക്കുറിച്ചാണ് അന്ന് 2 ആഴ്ച മുമ്പ് ഞാൻ ഊന്നി പറഞ്ഞത്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ക്രിസ്തുവിനെയും സഭയെയും ഒരു വ്യക്തിയോട് ഉപമിച്ച് ചിന്തിച്ചാൽ, ഞാനിവിടെ നിൽക്കുകയാണ്, എനിക്കൊരു തലയുണ്ട്, ഒരു ശരീരമുണ്ട്. തലയാണ് നിയന്ത്രിക്കുന്നത്, ശരീരം അനുസരിക്കുന്നു. അത് ഒരു സാദൃശ്യമാണ്, ഒരു ഉപമാനമാണ് എന്നും നാം പഠിക്കുകയുണ്ടായി. ഇന്ന് തലയെക്കുറിച്ചല്ല, ക്രിസ്തുവിനെക്കുറിച്ചല്ല, ശരീരമായ സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ തിരുവെഴുത്തിൽ നിന്നും ചിന്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിന് റെഫറൻസായിട്ട് കുറച്ച് വാക്യങ്ങൾ നമുക്ക് എടുക്കാം. നിങ്ങളെല്ലാവരും ബൈബിൾ തുറക്കണം. പ്രത്യേകിച്ചും എഫേസ്യർ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ ആദ്യം വായിക്കാം. എഫേസ്യർ 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. എഫീഷ്യൻസ് 4:11 ഓൺവേർഡ്സ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു, അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് ഈ ദൈവം നിയമിച്ചതിൻ്റെ ഉദ്ദേശമാണ് പിന്നെ പറയുന്നത്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. നാമും അതിൻ്റെ ആ മനുഷ്യൻ്റെ അവയവങ്ങളാണ്. എങ്കിൽ പോലും നമുക്ക് പുറത്തോട്ട് മാറി നിന്ന് നോക്കാം. ഇതാ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ്റെ തലച്ചോറ് ക്രിസ്തുവാണ്. കൺട്രോൾ ചെയ്യുന്ന, തീരുമാനമെടുക്കുന്ന, നിശ്ചയിക്കുന്ന, തീരുമാനിക്കുന്ന ആൾ ക്രിസ്തുവാണ്. നാം ഒക്കെ ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യനെ പണിതുറപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി ദൈവം 5 ആളുകളെ 5 വേല കൊടുത്ത്, ശുശ്രൂഷകൾ കൊടുത്ത് ആക്കിയിരിക്കുന്നതായിട്ട് 11-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഇതൊക്കെ സഭയിൽ ആവശ്യമായ 5 മിനിസ്ട്രീസാണ്. എല്ലാവരും എല്ലാ സഭയിലും, എല്ലാ പ്രാദേശിക സഭയിലും ഈ 5 കൂട്ടരും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഞാൻ അതിലേക്ക് ഇന്ന് വിശദീകരിച്ചു പോകുന്നില്ല. അതിന് കൂടുതൽ സമയമെടുക്കും. നമുക്ക് പിന്നീടൊരിക്കൽ ദൈവം അനുവദിച്ചാൽ അതൊക്കെ പഠിക്കാം. അപ്പോസ്തലന്മാർ ദൈവം പലയിടങ്ങളിൽ അയക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നവരാണ്. പ്രവാചകന്മാർ ദൈവസഭയിൽ പ്രവചന ആത്മാവിൽ ദൈവവചനം പ്രസംഗിക്കുന്നവരാണ്. സുവിശേഷകന്മാർ പ്രത്യേകം കൃപ പ്രാപിച്ച് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് അവരെ
മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, സുവിശേഷം അറിയിക്കുന്നവരാണ് സുവിശേഷകന്മാർ. ചിലർക്കതിന് പ്രത്യേക കൃപയുണ്ട്. ചിലർ ഇടയന്മാരാണ്. ഇടയന്മാരെന്ന് വെച്ചാൽ ആടുകളെ നയിച്ചു കൊണ്ടുപോകുന്ന ആട്ടിടയന്മാർ. അത് പാസ്റ്റർമാരെന്ന് മറ്റൊരു ഭാഷയിൽ, മറ്റൊരു രീതിയിൽ പാസ്റ്റേഴ്സ് എന്ന് പറയും. ഇടയന്മാരും പാസ്റ്റർമാരും മൂപ്പന്മാരും ഈ വാക്കുകളൊക്കെ ഇടകലർത്തി പറയാറുണ്ട്. ഇതെല്ലാം ശരിയാണ്. അഞ്ചാമത്തേത് ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ എന്നുള്ളതാണ് അഞ്ചാമത്തേത്. ഈ 5 പേരുടെയും കൂടെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കണമേ, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടോ? ഈ 5 പേരും കൂടെ പ്രസംഗിക്കുകയും സഞ്ചരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സഭയുടെ അവയവങ്ങളായ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ഒരു പുരോഗമനപരമായ പണി നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതിനെ ട്രാൻസ്ഫോർമേഷൻ അഥവാ രൂപാന്തര പ്രവൃത്തി എന്ന് വിളിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു രൂപാന്തരം നടക്കുന്നത് ഈ ശുശ്രൂഷകന്മാരുടെ പ്രവൃത്തികൾ നിമിത്തമാണ്. ഇവരൊക്കെയും അവരെ ദൈവം ഏൽപ്പിച്ച ജോലികൾ ചെയ്യുമ്പോൾ 12ഉം 13ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിലുള്ള ആ ഒരു വളർച്ചയിലേക്ക് നാം വരികയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്ക് ഇവരുടെ മിനിസ്ട്രീസ് പ്രയോജനപ്പെടുന്നു. യെസ്, ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആത്മീയ വർധന എന്നുള്ളത് പണിതുയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ബിൽഡിംഗ് അപ്പ്, ഇതെല്ലാം പല ആശയങ്ങളിൽ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധന അഥവാ പണിതുയർത്തുന്ന പ്രവൃത്തി. ദൈവമക്കളെ, നാം എല്ലാവരും ഒരുപോലെയുള്ളവരല്ല. പല പശ്ചാത്തലമുള്ളവരും പല സ്വഭാവക്കാരും ഒക്കെയാണ്. എങ്കിലും ദൈവം നമ്മെ ഒരു പ്രാദേശിക സഭയിൽ കൊണ്ടുവന്ന് പണിത് ഉയർത്തി ഒരുമിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി 14 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. ദൈവം നമ്മെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു, പണിതുയർത്തിക്കൊണ്ട് ഒരു ശരീരമായി പണിതുകൊണ്ട് വരുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കരുത്. ഈ പഠിപ്പിക്കലുകളുടെയൊക്കെ ഉദ്ദേശം നാം വചനത്തിൽ ഉറയ്ക്കണം എന്നുള്ളതാണ്. മറ്റാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പുതിയ ഉപദേശം പറയുമ്പോൾ അത് ശരിയാണല്ലോ, ഇത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നാം ആടി ഉലയുന്നവരായി തീരരുത്. എന്താണ് ബൈബിൾ പറയുന്നത് എന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഈ കാലത്ത് പല ദുരുപദേശങ്ങളും ധാരാളമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദൈവദാസന്മാരും പ്രസംഗികളും മിക്കപ്പോഴും അവർക്ക് നേട്ടവും പണവും ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യരെ വഴിതെറ്റിക്കുന്നതായിട്ട് കാണുന്നു. ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് കൂട്ടങ്ങൾക്കൊന്നും പോകാത്തത് കൊണ്ട് അധികം അങ്ങനെയുള്ള തെറ്റുകൾ അധികം നമുക്കുണ്ടാകുന്നില്ലെന്നുള്ളത് സത്യമാണ്. ദൈവം നമ്മെ പരിരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു. എന്നാൽ അനേകം കാപട്യങ്ങളും തെറ്റായ വഴികളും ഒക്കെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിലോ ഇൻ്റർനെറ്റിലോ കാണുന്നവരാണെങ്കിൽ പല പാസ്റ്റർമാരും പലതും പ്രസംഗിക്കുന്നുണ്ട്. പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ആളുകളെ അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ വചനം അറിയാത്തവരാണ് അതിലേക്ക് വീണു പോകുന്നത്. ദൈവവചനം നാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നാം അലഞ്ഞ് ഉഴലുകയില്ല. 15-ാം വാക്യം, അലഞ്ഞുഴലാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇതാണ് ദൈവമക്കളെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. തലയാകുന്ന ക്രിസ്തുവിൻ്റെ ആ ലെവൽ വരെ, ആത്മീയമായ ലെവലിലേക്ക് ഉയർന്നു വരികയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. 16-ാം വാക്യം, ശരീരം മുഴുവനും യുക്തമായി ചേർന്നും, അതായത് അവയവങ്ങൾ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് പ്രവൃത്തിക്ക് വ്യാപാരത്തിന് ഒത്തവണ്ണം സഹായം അഥവാ ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. യെസ്, അവിടെ ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്നുള്ള ഒരു വളർച്ച എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള ഒരു വളർച്ച. വി ആർ ടു ഗ്രോ അപ്പ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഇൻ ടു ഹിം ഈവൻ ക്രൈസ്റ്റ്. അങ്ങനെ നമുക്ക് ദൈവികമായൊരു വളർച്ച നേടുവാൻ സാധ്യമായി തീരും. പഴയ മലയാളം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതത് വ്യാപാരത്തിനൊത്തവണ്ണം, അത് ബിസിനസ് വ്യാപാരമല്ല, മറിച്ച്
അതത് പ്രവൃത്തികൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ഉദവി ഒരു തമിഴ് വാക്കാണ്. ഉദവി എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ നാം തിരിച്ചറിയണം. നമുക്കൊക്കെയും അന്യോന്യം ജീവിക്കേണ്ടതിന്, ചേർന്ന് പോകേണ്ടതിനുള്ള സഹായം ലഭിക്കുവാനായിട്ട് ക്രിസ്തുവിൽ നിന്ന് നമുക്കൊരു വളർച്ച ലഭിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നാം ഇവിടെ പറഞ്ഞു വരുന്നത് ക്രിസ്തു തലയായിരിക്കുന്ന സഭയാകുന്ന ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് അതിലേക്കാണ് നാം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക. 1 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതിൻ്റെ വളർച്ച ശരിയല്ല. അതിൻ്റെ തല നല്ല വലിപ്പമുണ്ട്, പക്ഷേ ശരീരം മെലിഞ്ഞ് പെൻസിൽ പോലെ ആയിരിക്കുന്നത്. അതിന് വളർച്ചയില്ല, ശരീരത്തിന് വളർച്ചയില്ല, തല നല്ല വളർന്നിരിക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും. തല വലുതായിട്ട് വളരും. ഒരുതരം രോഗമാണ്. തല നോർമലാണ്, ചിലപ്പോൾ അബ്നോർമലായിട്ട് വളരും, പക്ഷേ ശരീരം ഒരു വളർച്ചയുമില്ല, അങ്ങനെ കിടക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ. തിരുവല്ലയിൽ മുമ്പ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിൻ്റെ അപ്പനും അമ്മയും ഭയങ്കര ആത്മീയ ശുശ്രൂഷ നടത്തുന്നവരായിരുന്നു. ഈ കുഞ്ഞ് തല വലുത് നീര് വെച്ചിങ്ങനെ ഇരിക്കുകയാണ്, വളർച്ചയില്ല. എന്നാൽ അവർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ചികിത്സ ചെയ്തിട്ടും ശരിയായില്ല. പ്രാർത്ഥിച്ചൊടുവിൽ അത് സൗഖ്യമായി. അദ്ദേഹം ഒരു ഡോക്ടറായി. ദൈവം ഒരു അത്ഭുതമായ സൗഖ്യം കൊടുത്തു. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു, വളർന്ന് നല്ല മിടുക്കനായി തീർന്നു, വലിയ പ്രസംഗകനായി തീർന്നു. അതെ, ന്യൂറോ സർജനായിരുന്നു. ഓക്കെ, ആ സഹോദരനെ നല്ലതായിട്ട് അറിയാം അദ്ദേഹത്തെ. ഞാൻ അവരുടെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ട്. തല വലിപ്പമുണ്ട്, പക്ഷേ ശരീരത്തിന് വളർച്ചയില്ല. അതൊരു അബ്നോർമാലിറ്റിയാണ്. അത് ശരിയായ സ്വാഭാവികമായ വളർച്ചയല്ല. ആ കുഞ്ഞിന് അധികം കാലം ജീവിച്ചു പോകാൻ കഴിയത്തില്ല. അവിടെ ആവശ്യമായിരിക്കുന്നത് തല മാത്രമല്ല, തലയോട് ചേർന്ന് ശരീരവും വളർച്ച പ്രാപിച്ച് നല്ല ആരോഗ്യത്തോടെ വളരേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ആരോഗ്യമുള്ളവനാണ്. പക്ഷേ ശരീരമായ നമ്മളൊക്കെ ആത്മീയ ആരോഗ്യമില്ലാതെ ഒരു പായം വിരിച്ച് അതിലിങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ ചിന്തിക്കുക. അത് ദയനീയമായ കാര്യമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെയല്ല. ഒരു മാതാപിതാക്കൾക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ സന്തോഷമില്ല, താല്പര്യമില്ല. ദൈവമേ, ഇതിൻ്റെ അവസ്ഥയൊന്ന് മാറണമേ എന്നേ ആ പേരൻസ് പ്രാർത്ഥിക്കുകയുള്ളൂ. സഭയെക്കുറിച്ച് ഞാൻ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞതാണ്. തല നന്നായിരിക്കുന്നത് പോലെ ശരീരവും നന്നായി വളർന്ന് ശക്തിയോടെ വരേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ വ്യക്തി ശരിയായിട്ട് വളർന്ന് വരികയുള്ളൂ. ദൈവം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷകന്മാരെ സഭയിലാക്കിയിട്ടുണ്ട്. പ്രസംഗിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പല വരങ്ങൾ ലഭിച്ചവരുണ്ട്. അവരൊക്കെയും ചേർന്ന് സഭയ്ക്ക് മുമ്പോട്ട് പോകാനുള്ള കൈത്താങ്ങൽ കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. പഴയ നിയമത്തിലും ഒരു സഭയുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തിലെ സഭ, അതിനെ മരുഭൂമിയിലെ സഭയെന്നാണ് നാം വായിക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 38-ാം വചനത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. മരുഭൂമിയിലെ സഭ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. ഓക്കെ, മോശയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മരുഭൂമിയിൽ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയുടെ തല അന്ന് ദൈവദാസനായ മോശയായിരുന്നു. മോശ തലയായിരിക്കുന്ന ദൈവമാണ് ആത്യന്തികമായ ശിരസ്. എങ്കിലും ക്രിസ്തുവിന് നിഴലായി മരുഭൂമിയിലെ സഭയിൽ മോശയായിരുന്നു. മോശ ക്രിസ്തുവിന് ഒരു നിഴലായി നിൽക്കുന്നു. മരുഭൂമിയിലെ സഭയുടെ അംഗങ്ങളെന്ന് പറയുന്നത് ഇസ്രായേൽ ജനമായിരുന്നു. അവർ എപ്പോഴും ദൈവത്തോട് മറുതലിക്കുന്നവരും, പരാതി പറയുന്നവരും, പ്രശ്നമുണ്ടാക്കുന്നവരും, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും, ദൈവത്തിൻ്റെ വഴികളെ, കൽപ്പനകളെ വിട്ടുകളഞ്ഞ് തങ്ങളുടെ സ്വന്തം വഴിയിൽ പോകുന്നവരും ആയിരുന്നു. അതാണ് മരുഭൂമിയിലെ സഭ. എന്നാൽ ഇന്നത്തെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ മരുഭൂമിയിലെ ആ സഭയുടെ ഇന്നത്തെ സഭയുടെ നിഴലായിരുന്നു. മരുഭൂമിയിലെ ഇസ്രായേൽ ജനങ്ങൾ എന്ന് പറയുന്ന സഭ. അവർക്കൊരിക്കലും ഒരു ശരീരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരൊരാൾക്കൂട്ടമായിരുന്നു, എങ്കിലും അവരൊരു നിഴലാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ, പ്രാദേശിക സഭയിൽ നമുക്ക് ആ യാഥാർത്ഥ്യം കാണാൻ സാധിക്കും. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയായി നാം പണിയപ്പെടുകയാണ് ചെയ്യുന്നത്.
കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഭയിൽ ദൈവദാസന്മാർ, സഹോദരങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ വചനങ്ങളെ കേൾക്കണം. ശ്രദ്ധിക്കുക, വചനം എന്ത് ചെയ്യണം? കേൾക്കണം. പിന്നെ എന്ത് ചെയ്യണം? ആ വചനം സ്വീകരിക്കണം. പിന്നെ അതിനെ ഉൾക്കൊണ്ട് അനുസരിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അങ്ങനെ ചെയ്താൽ സഭയാകുന്ന, ഈ ശരീരമാകുന്ന സഭ ആരോഗ്യകരമായിട്ട് വളർന്ന് ക്രിസ്തുവിന് ചേരുന്ന ഒരു ശരീരമായിട്ട് തീരും. ഓക്കെ, ഇതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ലോകത്തിൽ അനേകം സംഘടനകളുണ്ട്. എന്തുണ്ട്? സംഘടനകളുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ ഒരു സംഘടനയല്ല, കേവലം ഒരു ആൾക്കൂട്ടമല്ല. മുമ്പ് പറഞ്ഞതുപോലെ സിമൻറ്റും ചൂടുകട്ടയും ഇരുമ്പും ഒക്കെ വെച്ച് പണിത ഒരു കെട്ടിടമല്ല ക്രിസ്തുവിൻ്റെ സഭ. ക്രിസ്തുവിൻ്റെ സഭ ഒരു കെട്ടിടമല്ല, ആൾക്കൂട്ടമല്ല, സംഘടനയുമല്ല, ഒരു സഭാവിഭാഗവുമല്ല, ഡിനോമിനേഷനൊന്നുമല്ല. ഇതൊന്നും സഭയല്ല. സഭയെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ചർച്ച് ഈസ് ആൻ ഓർഗനിസം, നോട്ട് ആൻ ഓർഗനൈസേഷൻ. സഭ ഒരു സജീവ വ്യക്തിയാകുന്നു, ജീവിക്കുന്ന ഒരാൾ, ഒരു വ്യക്തി. അതാണ് സഭ എന്ന് പറയുന്നത്. അതൊരു സംഘടനയല്ല, ജീവനുള്ള ഒരു വ്യക്തിയാകുന്നു സഭ എന്ന് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് ആ ഒരു അറിവുണ്ടായിരിക്കട്ടെ. അത് ജീവിക്കുന്ന ഒരു ഓർഗനിസമാണ്, അതൊരു ശരീരമാണ്. നമുക്കൊക്കെ ജീവനുണ്ട്. അതുകൊണ്ടാണ് കയ്യിലൊരു മുള്ളു കൊണ്ടാൽ ഉടനെ വേദനിക്കുന്നത്. പെട്ടെന്ന് വേദനിക്കും, മുള്ളു വലിച്ചൂരും, അതിന് വേണ്ടത് ചെയ്യും. നമുക്ക് ജീവനുണ്ട്, ശരീരത്തിൽ ജീവനുണ്ട്. എന്നാൽ ഒരു പാവയെ സംബന്ധിച്ച്, ഒരു ബൊമ്മ, ഒരു ഡോള്, അതിൻ്റെ കയ്യിൽ മുള്ളു കൊണ്ടാൽ അതിന് റിയാക്ഷനൊന്നുമില്ല. അത് ജീവനുള്ളൊരു വ്യക്തി അല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, നാമൊക്കെ ആ സഭയിലെ അവയവങ്ങളാണ്. ആ സഭ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു ഓർഗനിസമാണ്. അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമുക്ക് ചില വചനങ്ങൾ കൂടെ വായിക്കാം. ഇതിനെ ഉള്ള ചില റെഫറൻസുകളാണ് വായിക്കാൻ പോകുന്നത്. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. എഫീഷ്യൻസ് 23 and 24, 23-24. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങി ഇരിക്കണം. ഇവിടെ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന ഒരു ശരീരമാകുന്നു എന്നുള്ള ആശയം ഇവിടെ പറയുന്നു. 23-ാം വാക്യത്തിൽ ക്രിസ്തുവാണ് സഭ, സഭയുടെ തല എന്ന് 23-ാം വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് സഭ ആ വ്യക്തിയുടെ ശരീരമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ശ്രദ്ധിക്കണമേ, ക്രിസ്തുവും സഭയും പൂർണ്ണമാകുന്നത് ഇവർ തമ്മിൽ ചേർന്നിരിക്കുമ്പോഴാണ്. എൻ്റെ തലയും ശരീരവും യുണൈറ്റഡായി ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ കംപ്ലീറ്റ് ബോഡി എന്ന് പറയാൻ സാധിക്കുന്നത്. ആ വചനം ബൈബിളിൽ വായിക്കുന്നുണ്ട്. വി ആർ കംപ്ലീറ്റ് ഇൻ ഹിം. നാം അവനിൽ പരിപൂർണരായിരിക്കുന്നു. എല്ലാം തികഞ്ഞവരായിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം, പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വി ആർ കംപ്ലീറ്റ് ഇൻ ഹിം. തലയും ശരീരവും അവയവങ്ങളും എല്ലാം കൂടെ ചേരുമ്പോൾ അവിടെ ഒരു പൂർണ്ണതയുണ്ട്, ഒരു കംപ്ലീഷനുണ്ട്. ക്രിസ്തു തലയായിരിക്കുമ്പോൾ, നാം ശരീരമായിരിക്കുമ്പോൾ അത് ഒരു പൂർണ്ണ മനുഷ്യനാണ്. ഓക്കെ, വീണ്ടും എഫേസ്യർ 1-ാം അധ്യായം 22-23 വചനങ്ങൾ അത് നാം മുമ്പ് വായിക്കുകയുണ്ടായി. എഫീഷ്യൻസ് 1:22-23. ക്രിസ്തുവിനെ, അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ശരീരമായ സഭയുടെ തലയാക്കി ദൈവം തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അവിടെയാണ് ശരീരമായ സഭ എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഹലോ, പ്രൈസ് ദ ലോർഡ്. ഇവിടെ വളരെ ഗഹനമായ വിഷയങ്ങൾ, എല്ലാ ആഴ്ചയും ഇത്രയും ഗഹനമായ കാര്യങ്ങൾ പറയാറില്ല. ചിലപ്പോൾ സിമ്പിളായ കാര്യങ്ങളും പറയും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
നമ്മെ ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഇതിലൊരു ഭാഗമാണ്, ഞാൻ ഈ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്, ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചും ഈ ശരീരത്തെക്കുറിച്ചും തലയെക്കുറിച്ചും എല്ലാം എനിക്കറിയേണ്ട ആവശ്യമുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ നിന്നും 2 വചനങ്ങൾ ഇതിൻ്റെ റെഫറൻസായിട്ട് വായിക്കാൻ കഴിയും. കൊലോഷ്യൻസ് 1:24 കൊലോഷ്യൻസ് 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടതകളിൽ കുറവുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. അവിടെ സഭയെക്കുറിച്ച് എന്താ പറയുന്നത്? സഭയായ ക്രിസ്തുവിൻ്റെ ശരീരത്തിനു വേണ്ടി ഞാൻ കുറവുള്ളതിനെ പൂരിപ്പിച്ചു കൊടുക്കുന്നു. ചർച്ച് വിച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് പൗലോസ് അവിടെ ഊന്നി പറയുകയാണ്. സഭ എന്നുള്ളത് നാം ഇപ്പോൾ പ്രാദേശിക സഭയാണ് ഇവിടെ കാണുന്നത്. അതുകൂടാതെ ആഗോള സഭയുണ്ട്. അതിനെ നമുക്ക് കാണാനും തൊടാനും ഇപ്പോൾ കഴിയുന്നില്ല. വിവിധ ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ദേശങ്ങളിലെല്ലാം പരന്നു കിടക്കുന്ന, കഴിഞ്ഞ 2000 വർഷങ്ങളിൽ ജീവിച്ചു മരിച്ച എല്ലാ ദൈവഭക്തന്മാരും ചേരുന്നതാണ് ആഗോള സഭയെന്ന് പറയുന്നത്. നമുക്കവരെ എല്ലാവരും ഒന്നും അറിഞ്ഞുകൂടാ. ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ നാം അവരെയൊക്കെ കാണും, അവരെ മനസ്സിലാക്കും. പ്രൈസ് ദ ലോർഡ്. ശരിയാണോ? അങ്ങനെയാണോ? അതാണ് ആഗോള സഭ. അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഞാനും നിങ്ങളും. ഇവിടെ മണ്ണന്തലയിൽ കൂടുന്ന പ്രാദേശിക സഭ ആഗോള സഭയുടെ ഒരു ചെറിയ പ്രതിനിധിയായിട്ടിരിക്കുന്നു, റെപ്രസെൻറ്റിംഗ് ആയിട്ടിരിക്കുന്നു. ദൈവമേ, ഞാൻ നന്ദി പറയുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. ഈ വലിയ ആഗോള സഭയുടെ ഒരു ഭാഗമായിരിക്കുവാൻ, അതിൻ്റെ ആ ഫ്രീക്വൻസിയിൽ അതിനോട് ചേർന്ന് ത്രസിക്കുവാൻ ദൈവം നമ്മയും വിളിച്ചാക്കിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും കൊലോസ്യർ 2:9-10 വാക്യങ്ങൾ നോക്കാം. സഭയായ ശരീരമായ സഭയെക്കുറിച്ച് അവിടെ വീണ്ടും വായിക്കാം. അവനിലാണല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആൻഡ് ഇൻ ഹിം യു ഹാവ് ബീൻ മെയ്ഡ് കംപ്ലീറ്റ്, and he is the head over all rule and authority. You are complete in him. ക്രിസ്തു തലയും നിങ്ങൾ ശരീരത്തിൻ്റെ അവയവങ്ങളുമായിരിക്കുമ്പോൾ ആ വ്യക്തി ഒരു സമ്പൂർണ്ണ വ്യക്തിയായിട്ട് അവിടെ നിൽക്കുന്നു. അവയവങ്ങൾക്ക് കുറവും കേടും രോഗവും ഇല്ലെന്നല്ല അർത്ഥമാക്കുന്നത്. എല്ലാ അവയവങ്ങളും ഉണ്ട്. നിങ്ങൾ ചേർന്നിരിക്കുന്നു, തലയുമായിട്ട് ചേർന്നിരിക്കുന്നു. യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. നിങ്ങൾ അവനിൽ പരിപൂർണരായി എല്ലാം ഉള്ളവരായിരിക്കുന്നു. അതാണ് അതിൻ്റെ ആശയം. എന്നാൽ നാം എല്ലാവരും തികഞ്ഞവരല്ല. നാം ഈ 5 പേരുടെ 5 ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകൾ പ്രാപിച്ച് തികവുള്ളവരായി, അവയവങ്ങൾ ആരോഗ്യമുള്ളവരായി, രോഗങ്ങളൊക്കെ മാറി ആത്മീയമായി ശക്തിപ്പെട്ട് ക്രിസ്തുവിൻ്റെ ആ ലെവലിലേക്ക്, ക്രിസ്താനുരൂപതയിലേക്ക്, ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക് നാം വളർന്നു വരികയാണ് ചെയ്യുന്നത്. അതിനാണ് വീണ്ടും വീണ്ടും പ്രസംഗവും ഒക്കെ കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് വരികയും ഒക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ്. കർത്താവേ, എനിക്ക് കുറച്ചുകൂടെ വളർച്ച ആവശ്യമാണ്, എനിക്ക് കുറച്ചുകൂടെ തലയുമായിട്ടുള്ള ബന്ധം ആവശ്യമാണ്. ഇവിടെ നാം വായിച്ചല്ലോ കൊലോസ്യ ലേഖനത്തിൽ, തലയും ശരീരത്തിൻ്റെ അവയവങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം മനസ്സിലാക്കിയത്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ, ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ പറഞ്ഞു വരുന്ന വിഷയം? എന്താ? യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, ആ സഭയിലുള്ള എൻ്റെ പങ്കാളിത്തം, ആ സഭയിലുള്ള എൻ്റെ എക്സിസ്റ്റൻസും എൻ്റെ ആ നിലനിൽപ്പ്, അതിനെക്കുറിച്ചൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ അവയവങ്ങൾ ശരിയായി ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. തലയുമായുള്ള ബന്ധം ശരിയായെങ്കിലേ അത് സംഭവിക്കുകയുള്ളൂ. നമുക്കറിയാം, തലച്ചോറുമായിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളും നാഡീവ്യൂഹം വഴി എല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ടാണ് വേദന അറിയുന്നത്. സൂചി കുത്തുമ്പോൾ വേദന അറിയുന്നത് ആ നാഡീവ്യൂഹം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. വളരെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത
ഒരു നെർവസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. ദൈവം വളരെ അത്ഭുതകരമായി നമ്മെ സൃഷ്ടിച്ച് വച്ചിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുപോലെ ശരീരമായ സഭയിലും അവയവങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിക്കുകയും ഒരാൾ മറ്റൊരാൾക്ക് ദോഷം വരുത്താതെ, ദോഷം ചിന്തിക്കാതെ സ്നേഹത്തിൽ പ്രവർത്തിക്കാനും ഒന്നിച്ച് നിൽക്കാനും മറ്റുള്ളവരെ കരുതുവാനും പ്രാർത്ഥിക്കുവാനും ആവശ്യങ്ങളിൽ സഹായിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. സഭയുടെ ശരീരമായ സഭയിലെ അവയവങ്ങൾ, അംഗങ്ങളായ നാം ഓരോരുത്തരും എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഇനിയും 1-2 വാക്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ചില വാക്യങ്ങളുണ്ട്. ആദ്യമായി റോമാലേഖനം 12-ാം അധ്യായം എടുക്കാം. റോമൻസ് 12-ന്റെ 4-ഉം 5-ഉം വചനങ്ങൾ നമുക്ക് നോക്കാം. റോമർ 12 4-ഉം 5-ഉം വാക്യങ്ങൾ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിച്ചു വിടാൻ എളുപ്പമാണ്. എന്നാൽ വായിച്ചു വിട്ടാൽ പോരാ, നാം അല്പം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയും കൂടെ വേണം. നാം ആദ്യം കേട്ടതുപോലെ ഇതിനകത്തൊക്കെ ഒരു മർമ്മമുണ്ട്. രഹസ്യമാക്കി വെച്ചിരിക്കുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ മർമ്മങ്ങളെ എനിക്ക് വെളിവാക്കി തരണമേ. ശരീരമായ സഭയിൽ അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഞാനും ഒരു അവയവമാണ്, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് എനിക്ക് ആ ദർശനം നൽകണമേ. എനിക്ക് ആ മർമ്മം, ആ രഹസ്യം, ആ മിസ്റ്ററി ഒന്ന് വെളിവാക്കി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരീരത്തിൽ നമുക്ക് അനേക അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. ആദ്യം ഞാൻ പറയട്ടെ, എല്ലാ അവയവങ്ങളും ശരീരത്തിൽ ചേർന്നിരിക്കുവാൻ ആണ് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. നിങ്ങൾ രാവിലെ ഇവിടെ പള്ളിയിലേക്ക് വരികയാണ്, പ്രാർത്ഥനയ്ക്ക് വരുന്ന വഴിക്ക് പണ്ട് കാലത്തൊക്കെ നടന്നും ഒക്കെ വരുമായിരുന്നു. നിങ്ങൾ നടന്നാണ് വരുന്നത് വിചാരിക്കുക. ഇപ്പോൾ കാറിൽ വന്നാൽ ഈ ഉദാഹരണം ശരിയാകത്തില്ല. നിങ്ങൾ നടന്നു വരിക, മണ്ണന്തലയിൽ ഇങ്ങോട്ട് നടന്നു വരികയാണെന്ന് വിചാരിക്കുക. അവിടെ ആ കുളത്തിൻ്റെ സൈഡിൽ, റോഡിൽ ഒരു മനുഷ്യൻ്റെ കൈ ഇങ്ങനെ വെട്ടിമുറിച്ച് കൈ അവിടെ കിടക്കുന്നു. എന്ത് കിടക്കുന്നു? ഒരു മനുഷ്യൻ്റെ കൈ തോളിന് താഴെ വെച്ച് ഛേദിച്ച് അവിടെ റോഡിൽ കിടക്കുക. എന്തായിരിക്കും നിങ്ങൾക്കുള്ളത് ഫീലിംഗ്? എന്താ? ഒരു കൈയല്ലേ അവിടെ കിടക്കട്ടെ, ഞാനങ്ങ് പോവാം, എനിക്ക് പള്ളിയിൽ പോകാൻ സമയമായി. അങ്ങനെ ചിന്തിക്കുമോ? അങ്ങനെയല്ല, ഒരു ഭയം ഉണ്ടാകും. അയ്യോ, ഇതെന്ത് ഭയങ്കര ഒരു സംഭവമാണ് നടന്നത്, ഒരാളെ ആരോ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ കൈയൊക്കെ വെട്ടിക്കളഞ്ഞു, ഇത് ഭയങ്കര സംഭവമാണ്. നിങ്ങൾ കുറച്ചുകൂടെ സെൻസിറ്റീവായ ആളാണെങ്കിൽ പെട്ടെന്ന് 100-ൽ വിളിച്ച് പോലീസിനെ വിളിക്കും. ഇതാ കുളത്തിൻ്റെ കരയിൽ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടു. പോലീസ് വന്ന് അന്വേഷിക്കും. ഞാൻ പോലീസിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞു വരുന്നത്. റോഡിൽ മുറിച്ച് കിടന്ന ഒരു കൈയെക്കുറിച്ചാണ് പറയുന്നത്. ആ കൈ റോഡിൽ കിടക്കാനുള്ളതാണോ? അതാ ചോദ്യം. പ്രധാന ഇഷ്യൂ അതാണ്. ഈ മനുഷ്യൻ്റെ കൈ റോഡിൽ കിടക്കാനുള്ളതല്ല, അത് അയാളുടെ ശരീരത്തിൽ ഇരിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? നാം ഓരോരുത്തരും ഒറ്റപ്പെട്ട അവയവങ്ങളായി ജീവിക്കാൻ പറ്റുകയില്ല. വി ആർ പാർട്ട് ഓഫ് എ ബോഡി. നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമുക്ക് ഒറ്റപ്പെട്ട ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എനിക്കൊരു കൈയായിട്ടോ കാലായിട്ടോ കണ്ണായിട്ടോ ഇങ്ങനെ തനിയെ നിൽക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു ശരീരമാണ് ദൈവം വിഭാവന ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം. ശരീരത്തിൽ അനേക അവയവങ്ങളുണ്ട്. ചില അവയവങ്ങൾക്ക് പ്രകടമായ ജോലികളുണ്ട്, ചിലർ രഹസ്യമായ ജോലിയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ അനേകം പ്രധാനപ്പെട്ട അവയവങ്ങളുമുണ്ട്. ഒരിക്കൽ പോലും നമ്മളാരും അതിനെ ഒന്നും കണ്ടിട്ടില്ല. കുടലുണ്ട്, ഹൃദയമുണ്ട്, കിഡ്നീസുണ്ട്, ലിവറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? ഇതെല്ലാം പഠിച്ച മെറിനൊക്കെ അത് നല്ലതായിട്ട് അറിയാം. നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കാണാത്ത അനേകം അവയവങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. കുറച്ച് അവയവങ്ങൾ കാണുന്നതായിട്ട് വെളിയിലുണ്ട്. പബ്ലിക് മിനിസ്ട്രിയുള്ള പുറമേ കാണുന്ന അവയവങ്ങളും ഉണ്ട്. എന്നാൽ ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ ശരിയായി പ്രവർത്തിക്കാനും അവിടെ നിൽക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ കഴിയുന്നത്. ദൈവസഭയിലും
അംഗങ്ങളായ നമുക്ക്, അവയവങ്ങളായ നമുക്ക് എല്ലാവർക്കും ഒരു പങ്കാളിത്തമുണ്ട്, ഒരു പ്രവൃത്തി ഉണ്ട് എന്ന് അറിയണം. ഓക്കെ, നമുക്ക് ഇവിടെ വായിച്ചുവല്ലോ, റോമർ 12-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ജോലി, പ്രവൃത്തി ഒന്നല്ല, പല ജോലികളാണ്. കാലിൻ്റെ ജോലി വേറെ, കൈയുടെ ജോലി വേറെ, കണ്ണിൻ്റെ ജോലി വേറെ, ചെവിയുടെ ജോലി വേറെ, പല്ലിൻ്റെ ജോലി വേറെ. ഓരോന്നിനും ഓരോ അവയവങ്ങൾക്ക് ഓരോരോ ജോലികൾ ദൈവം വെച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഈ ചെറിയ വിരലിന് പോലും ഒരു ജോലിയുണ്ട്. ചിലപ്പോൾ ഒരു കാര്യം മുറുക്കി പിടിക്കും, ആ ചെറിയ വിരലായിരിക്കും അമക്കി പിടിക്കുന്നത്. അതുണ്ടെങ്കിലേ അത് ശരിക്കും ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. ഇതിനെല്ലാം ആവശ്യമുണ്ട്. ദൈവസഭയിലുള്ള ഒരു അംഗങ്ങളെയും നാം ആരും എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്, അല്പമായി കരുതരുത്. അതൊരു വലിയ പാഠമാണ്. ദൈവസഭയിൽ വച്ചിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു മാന്യതയുണ്ട്, ഒരു ജോലിയുണ്ട്, അവർക്കൊരു പൊസിഷനുണ്ട്, ഒരു പ്ലേസ് ഉണ്ട്, ഒരു അംഗീകാരമുണ്ട്. ദൈവം ഓരോരുത്തരെയും വിലമതിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ആരും സഭയിൽ ഞാൻ ഒടുവിൽ വന്ന ജൂനിയർ മോസ്റ്റാണ് എന്നോ, എനിക്ക് കൃപകളും മിനിസ്ട്രീസും ഒന്നുമില്ല, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, ഞാനിവിടെ വന്നിരുന്നോളാം എന്നാരും പറയരുത്. നമുക്കൊക്കെയും ദൈവം എന്തെങ്കിലും ചെറിയതോ വലുതോ ആയ എന്തെങ്കിലും ഒരു മിനിസ്ട്രി, ഒരു പ്രവൃത്തി തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാനാകാം, ഒരു കസേര എടുത്തിടാനാകാം, ഒരു ജനൽ തുറക്കാനോ അടയ്ക്കാനോ ആകാം, മറ്റനേക ജോലികൾ, പ്രവൃത്തികൾ ഇവിടെ വരുമ്പോഴുണ്ട്. അല്ലാതെ വീട്ടിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാനും ഓരോരുത്തരെ ഓർക്കാനും അല്ലെങ്കിൽ ഫോണിൽ വിളിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് വളരെ വളരെ സാധ്യതകളുണ്ട്. അതാണ് ഇവിടെ വായിച്ചത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം എടുക്കാം. നാം റോമർ 12 വായിച്ചത്. അതുപോലെ 12-ാം അധ്യായം കൊരിന്ത്യർ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അത് വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. പല അവയവങ്ങൾ എങ്ങനെയാണ് ഒരു ശരീരത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന്. അതിൻ്റെ 12 മുതൽ വായിക്കാം. 1 Corinthians chapter 12 verses 12 onwards. അതിൻ്റെ ഹെഡിങ് ശരീരവും അവയവങ്ങളും എന്നാണ്. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആകുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. വളരെ വലിയ മർമ്മമാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു കൊച്ചു വാക്യമാണെങ്കിലും അതൊരു 15 പ്രാവശ്യം വായിച്ചെങ്കിലേ അതിൻ്റെ ആശയം നമുക്ക് പിടികിട്ടുള്ളൂ. വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. ശരീരം ഒന്നാണ്, ക്രിസ്തു തലയായിരിക്കുന്ന ശരീരം ഒന്നാണ്, പക്ഷേ പല അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾ ഓരോന്നിൻ്റെയും ജോലി, മിനിസ്ട്രി, പ്രവൃത്തികൾ പലതായിരിക്കെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അവർ ഒരു ശരീരമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. ആ ഒരു കരുതൽ അന്യോന്യം നമുക്ക് ആവശ്യമാണ്. കർത്താവ് നമ്മെ ഇന്ന് രാവിലെ അതിനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശരീരം ഒരു അവയവമല്ല പലതത്രേ. 14-ാം വാക്യം, ഞാൻ കൈ അല്ലാത്തത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. എന്താണ് അർത്ഥം? നിങ്ങളുടെ കാലിന് ഒരു വല്ലാത്ത വിഷമം ഉണ്ടായെന്ന് വിചാരിക്കുക, സങ്കടമുണ്ടായി, മാനസിക സംഘടന ഉണ്ടായി. കാല് വിചാരിക്കുക, എത്ര കാലമായി ഞാനിങ്ങനെ കാലായിട്ട് ആരും കാണാതെ തറയിൽ ചവിട്ടി ചെളിയിലുമൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കുകയാണ്, എന്നെ ആരും അംഗീകരിക്കുന്നില്ല. കൈ ആണെങ്കിൽ എല്ലാവരും കാണുന്നുണ്ട്, എനിക്കും കൈ ആകണം എന്ന് കാല് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവർ തമ്മിൽ വഴക്കുണ്ടാക്കത്തേ ഉള്ളൂ, ഒന്നും കാര്യമൊന്നും നടക്കത്തില്ല. കാലിൻ്റെ ജോലി വേറെ, കൈയുടെ ജോലി വേറെ. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളാണ് തന്നിരിക്കുന്നത്. അത് നാം തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവം ഏൽപ്പിച്ച പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ശരീരം വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കും. ഈ കാലുകൾ ഞാൻ കൈ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ അത് ഭോഷത്തരമാണ്. 16-ാം വചനം, ഞാൻ കണ്ണല്ല അതുകൊണ്ട് ഞാൻ ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചെവി പറയുക, ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ആരും എന്നെ കാണുന്നില്ല,
കണ്ണാണ് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും കണ്ണിനെയാണ് കാണുന്നത്, കണ്ണിനാണ് വളരെ മാന്യത കിട്ടുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ചെവിയായിട്ട് സൈഡിൽ ഒതുങ്ങിയിരുന്നാൽ പോരാ, എനിക്കും മുമ്പിൽ കയറി ഇരിക്കണമെന്ന് ചെവി പറഞ്ഞു തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? രണ്ട് ചെവി ഇവിടെ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക. മുഖത്ത് രണ്ട് ചെവി ഇവിടെ ഇരിക്കുന്നു, കണ്ണ് രണ്ട് സൈഡിലേക്ക് പോകുന്നു. അത് അസംഭവ്യമായ കാര്യമാണ്. ദൈവത്തിൻ്റെ ഡിസൈൻ ഏറ്റവും പറ്റിയതാണ്. ദൈവം ഓരോ അവയവങ്ങളെയും ഡിസൈൻ ചെയ്ത് അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് രസകരമായിട്ട് തോന്നാമെങ്കിലും ശരീരമായ സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം ആ മർമ്മം ഇങ്ങനെ നമുക്ക് വെളിവാക്കി തരികയാണ്. ഓരോ അവയവങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്, അതിനൊരു ജോലിയുണ്ട്, അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ശരീരം മുഴുവനും കണ്ണായാൽ എങ്ങനെ കേൾക്കും? ശരീരം മുഴുവൻ ഒരു വലിയ ചെവിയായാൽ എങ്ങനെ മണക്കും? അതെ, അങ്ങനെയല്ല. എല്ലാ അവയവങ്ങളുടെയും ഓരോ മിനിസ്ട്രീസ് ഉണ്ട്, ജോലികളുണ്ട്, അവർ ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അടുത്ത വാക്യത്തിൽ 18-ാം വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി അവിടെയായി അതൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് ദൈവം അവയെ ആക്കി വച്ചിരിക്കുന്നു. God according to his desire, his good pleasure has done this. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മെ ശരീരമായ സഭയിൽ വച്ചിരിക്കുന്നു. നമുക്കൊക്കെ ഒരു ശുശ്രൂഷയുണ്ട്. ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നു. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം ഭംഗിയായിട്ട് ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. 10-100 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പ്രഭാഷകനും അത്ഭുത രോഗശാന്തി വരെ പ്രാപ്തനുമായ ഒരു ദൈവദാസൻ. സ്മിത്ത് വിഗിൾസ് വർത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കേട്ടിട്ടുണ്ടോ? സ്മിത്ത് വിഗിൾസ് വർത്ത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നു. വിദ്യാഭ്യാസം പൂജ്യമായിരുന്നു. സ്കൂളിൻ്റെ വാതിൽക്കലും ഒന്നും പോയിട്ടില്ല, സ്കൂളിൻ്റെ വരാന്തയിലും കയറിയിട്ടില്ല. പണ്ടൊരു ആൾ പറഞ്ഞ പോലെ മഴയത്ത് പോലും അവൻ സ്കൂളിൻ്റെ വരാന്ത കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ദേവദാസൻ വരാന്ത പോലും കയറിയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, എഴുത്തും വായന അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഈ ദേവദാസൻ വിവാഹിതനായി. ഭാര്യയ്ക്ക് ദൈവകൃപയാൽ വായിക്കാൻ എഴുതാൻ അറിയാമായിരുന്നു. ഈ ഭാര്യ ഇദ്ദേഹത്തെ എഴുത്തും വായനയും പഠിപ്പിച്ചു. പക്ഷെ പഠിക്കാൻ മനസ്സ് വേണമെങ്കിലേ പഠിക്കത്തുള്ളൂ. തന്നെ പഠിച്ചതല്ല, പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു. അദ്ദേഹം ബൈബിൾ വായിച്ചു. അത് വലിയൊരു ചരിത്രമാണ്. ദൈവം അദ്ദേഹത്തെ ഈ നിരക്ഷരകുക്ഷിയായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാനായിട്ട് വിട്ടു. അദ്ദേഹം ബൈബിള് തന്നെ വായിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. വലിയ ശുശ്രൂഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അനേകം രോഗികളെ സൗഖ്യമാക്കി. അദ്ദേഹം 18 മരിച്ചവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. അത് കൂടുതലോ കുറവോ ആകാം, ഈ കണക്കുകളെല്ലാം ശരിയാകണമെന്നില്ല. എങ്കിലും 18 പോട്ടെ, ഒരു 4 പേരെങ്കിലും അദ്ദേഹം മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു എന്നിരിക്കട്ടെ. അത് ചെറിയ കാര്യമാണോ? ദൈവം ഈ മനുഷ്യനെ വളരെ ശക്തിയായിട്ട് ആ തലമുറയിൽ ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. എഴുതിയ പുസ്തകങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അത് ജീവചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. ആ തലമുറയിൽ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തവനാണ്. വളരെ അധികാരത്തോടെ പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും കൈ ഇല്ലാത്തവർക്ക് പ്രാർത്ഥിച്ച് കൈ വരുത്തി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ല തലവേദന മാറ്റുമൊന്നുമല്ല ചെയ്തത്. വളരെ വളരെ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ഞാൻ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, നമുക്കാർക്കും എനിക്കൊന്നും കഴിവില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. എനിക്ക് വായിക്കാൻ എഴുതാനും അറിയത്തില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. എനിക്ക് പണമില്ല, എനിക്ക് പഠിപ്പില്ല, കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. ദൈവത്തിന് നിങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലോട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവിന് നമ്മയൊക്കെ വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അതും കൂടെ 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്.
ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ഞാൻ എൻ്റെ സ്ഥാനം മനസ്സിലാക്കണം, കണ്ടെത്തണം. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും അത് ചെയ്യണം. കർത്താവേ, സഭയിൽ എനിക്കുള്ള പ്രവൃത്തി ഒരവയവം, ശരീരത്തിലെ ഒരു അവയവം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജോലി എന്താണ് അതെന്നെ കാണിക്കണമേ. ഞാനൊരു ചെറുവിരലായിരിക്കാം, അല്ലെങ്കിൽ കയ്യിലെ നഖമായിരിക്കാം, കണ്ണോ കൺപോളയോ ആയിരിക്കാം. ഇവർക്കെല്ലാം ഓരോ ജോലികളുണ്ട്, ഓരോ ശുശ്രൂഷകളുണ്ട്. നമ്മെ ദൈവം ഏൽപ്പിച്ച ജോലി കണ്ടെത്തി സന്തോഷമായി അത് നിർവഹിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൽ നാം അഭിമാനം കൊള്ളണം. ദൈവം ശരീരമായ സഭയിൽ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ എന്നെ ആക്കിയിരിക്കുന്നു. എനിക്കവിടെ ചെറുതോ വലുതോ ആകട്ടെ ചില ജോലികൾ, ചില ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകളുണ്ട്. ചിലരെ അനുഗ്രഹിപ്പാനായിട്ടുണ്ട്. ചിലരോട് ഒരു വാക്ക് പറഞ്ഞവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാനായിരിക്കും. അവരുടെ മാനസിക സംഘർഷങ്ങൾ മാറ്റി അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വാക്കായിരിക്കാം, ഒരു പ്രാർത്ഥന ആയിരിക്കാം. ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും. 2 ദിവസം മുമ്പ് കണ്ണൂരിൽ നിന്നൊരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചു. പണ്ടറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ പ്രയാസത്തിൽ കൂടെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ അഡ്മിഷന്, ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടി വളരെ ഓടി നടന്നു. ഒന്നും ശരിയായില്ല. മംഗലാപുരത്ത് പോയി നോക്കി, തിരുവല്ലായിൽ വന്ന് നോക്കി, ഒന്നും ശരിയായില്ല. ഒരെണ്ണം ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്. ഞാനും അദ്ദേഹത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്നു. എന്നിട്ട് ഇന്നലെ വൈകിട്ടല്ല, മിനിയാന്ന് രാവിലെ ആയിരിക്കും, വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ദൈവമേ, നിനക്ക് അനേക വാതിലുകളുണ്ട്, ഈ സഹോദരന് വേണ്ടി ചില വാതിലുകൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി ആമീൻ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് വിളിച്ചിരിക്കുന്നു. വളരെ നന്ദി. തിരുവല്ലായിലെ മോക്ക് അഡ്മിഷൻ ഏറെക്കുറെ ശരിയായി. അവർ വിളിച്ചു പറഞ്ഞു, ചൊവ്വാഴ്ച വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന എനിക്ക് വളരെ ആശ്വാസമായി. എനിക്ക് വളരെ ഉറപ്പ് കിട്ടി. ദൈവം പ്രവർത്തിച്ചു. അദ്ദേഹം തുള്ളിച്ചാടുകയാണ്. ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞത്, ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനും ഒന്ന് അനുഗ്രഹിക്കാനും സാധിക്കും. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയാകാം, ഒരു നല്ല വാക്കായിരിക്കാം, ഒരു പ്രോത്സാഹനമാകാം. വിഷമിക്കണ്ട എന്ന് പറയുന്നതായിരിക്കും. സഭയിൽ വലിയ പ്രസംഗം മാത്രമല്ല, പല തരത്തിലുള്ള മിനിസ്ട്രീസ് ഉണ്ട്, ശുശ്രൂഷകളുണ്ട്. അതിലൊക്കെ നാം സന്തോഷിക്കുകയും അത് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ അത് ചെയ്യുകയും അതിൽ നാം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും വേണം. ദൈവം എന്നെ ഈ പ്രാദേശിക സഭയിൽ, ലോക്കൽ ചർച്ചിലാക്കി വെച്ചിരിക്കുന്നു. എന്നെ വെറുതെ വിളിച്ച് ആക്കിയിരിക്കുകയല്ല. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ചിലരെ അനുഗ്രഹിപ്പാൻ, ചിലരെ സഹായിക്കുവാൻ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ശുശ്രൂഷ എന്താണെന്ന് എന്നെ കാണിച്ചു തരണമേ. നിങ്ങൾ ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കാം, എന്താ മിനിസ്ട്രി എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം, സഭയിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം. പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, എന്നെ കാണിക്കണമേ. എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്? എൻ്റെ മിനിസ്ട്രി എന്താണ്? എൻ്റെ ശുശ്രൂഷ എന്താണ്? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് പരിചയമുള്ള സഹോദരങ്ങളോട് ചോദിക്കണം. എന്നെക്കൊണ്ട് എന്താ സഭയ്ക്ക് ഗുണം, നിങ്ങൾ എന്തു പറയുന്നത് ചോദിക്കണം. അവർ പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്തുകൊണ്ട് സന്തോഷമായി, സ്തോത്രത്തോടെ, സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കുവാനും ദൈവത്തിന് മഹത്വം വരുത്തുവാനും സാധിക്കും. ഇന്ന് രാവിലെ നാം കേട്ടത് ഒരു വലിയ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നാം തുടങ്ങിയത്. എന്തായിരുന്നു ആ മർമ്മം? ഗ്രേറ്റ് ഈസ് ദിസ് മിസ്റ്ററി. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും, തലയായ ക്രിസ്തുവിനെയും അവിടുത്തെ ശരീരമായ സഭയെയും കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 5:32 പറയുന്ന കാര്യമാണ് നാം തുടങ്ങിയത്. ഇന്ന് അതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ക്രിസ്തു തലയായിരിക്കുന്ന ഒരു ശരീരം, ആ ശരീരമായ സഭ, ആ സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും. ദൈവം നമ്മെ മുന്നമേ അറിഞ്ഞ് കണ്ടെത്തി കർത്താവിൻ്റെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് മുമ്പോട്ട് പോവുകയും ശരീരമായ സഭയിൽ നമുക്ക് ചേർന്നിരിക്കുകയും അന്യോന്യം അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മെ ഒരുക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.